നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നാം പ്രതിപാദിക്കാൻ പോകുന്നത് 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലങ്ങളാണ്. സമ്പൂർണ്ണ അറിവാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ജന്മസംഖ്യ 1 എന്ന സംഖ്യയ്ക്ക് പല വിധത്തിലുള്ള പ്രാധാന്യമുണ്ട്. ആദ്യ അക്കമാണ് 1. തന്മൂലം സകല സംഖ്യകളുടെയും മൂല സംയുക്തമാണ്. ആദിസംഖ്യയായ 1 ആദിത്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്നത് സൂര്യനാണ്. സകല ജീവരാശികൾക്കും ആധാരം തന്നെ സൂര്യനാണ്. അതുപോലെ സകല സംഖ്യകൾക്കും ആധാരം 1 എന്ന അക്കമാണ്. ഏതു മാസത്തിലെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 1 എന്ന ജന്മസംഖ്യ ഉള്ളവരാണ്. മേൽക്കാണിച്ച സംഖ്യകളുടെ എല്ലാം ഏകസ്ഥാന സംഖ്യ 1 എന്ന അക്കമാണ്. ജന്മസംഖ്യ 1ന്റെ അധിപൻ സൂര്യനാണ്. 1 എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് അനുകൂല ഗ്രഹങ്ങൾ എന്നർത്ഥം. സമസംഖ്യകളായി 5ഉം 7ഉം പറയാവുന്നതാണ്. അതായത് ബുധനും കേതുവുമാണ് അതിന്റെ ഗ്രഹങ്ങൾ. ശത്രുസംഖ്യകളായി 4, 6, 8 എന്നീ സംഖ്യകളെ നമുക്ക് പറയാം. അത് യഥാക്രമം രാഹു, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളാണ്. ജന്മാക്ഷരങ്ങൾ A, J, S എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരുകളാണ്. നിറമായി പിങ്ക്, രത്നമായി റൂബി, ലോഹമായി ചെമ്പ് എന്നിവയൊക്കെ പറയുന്നുണ്ട്. 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് യോജിച്ച തൊഴിൽ അധികാര സ്ഥാനങ്ങൾ തന്നെയാണ്. സർക്കാർ ഉദ്യോഗം, ഡോക്ടർ, എഞ്ചിനീയർ എന്നിവയൊക്കെ ഇവർക്ക് പറയാവുന്ന തൊഴിലുകളാണ്. 1 ജന്മസംഖ്യയായിട്ടുള്ളവർ എവിടെ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുവാനോ പ്രഥമ പരിഗണന ലഭിക്കുവാനോ പ്രധാനിയായോ പ്രമാണിയായോ ആയിത്തീരുന്നതിനും ഒക്കെ ശ്രമിക്കുകയും ആയിത്തീരുന്നതുമാണ്. അതിന് തക്ക വ്യക്തിപ്രഭാവം ഇവരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരിക്കുന്നതുമാണ്. മികച്ച സുഖസൗകര്യങ്ങളിൽ താങ്കൾക്ക് അതിയായ പ്രതിപത്തി ഉണ്ടായിരിക്കും. അതിനുവേണ്ടി എന്ത് വ്യയവും ചെയ്യാൻ ഇവർക്ക് വൈമനസ്യവും ഉണ്ടാകില്ല. ഏത് കാര്യത്തിനും നേതൃസ്ഥാനം വഹിക്കുവാനാണ് ഇവർക്ക് താല്പര്യം. ആ നേതൃസ്ഥാനം ഇവരെ തേടി എത്തുകയും ചെയ്യും. ഇവർ ആരുടെ മുമ്പിലും തലകുനിക്കുകയില്ല, ആരുടെയും കാല് പിടിക്കാനും പോവുകയില്ല. കൂടാതെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാനും ഇവർ മടിക്കാറുമില്ല. അതുകൊണ്ട് ഇവർക്ക് വിരോധികളും വർദ്ധിച്ചേക്കാം. എന്നിരുന്നാലും ഇവരുടെ അതിര് കവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും
ആത്മസ്ഥൈര്യവും ആദർശനിഷ്ഠയും ശത്രുക്കളെ പോലും ഇവർക്ക് അനുകൂലികളാക്കും. ഇവരെ ആദരിക്കുന്നവരുമാക്കി തീർത്തേക്കാം. ഇവർ വളരെ ആലോചിച്ച് മാത്രമേ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഇറങ്ങിത്തിരിച്ച കാര്യം പരിപൂർണ വിജയത്തിലെത്തിക്കാതെ ഇവർ പിന്മാറുകയുമില്ല. ഇവർ വിശേഷ ബുദ്ധിയുള്ളവരാകിയാൽ ഗഹനങ്ങളായ ശാസ്ത്രവിദ്യകൾ വളരെ വേഗം വശമാക്കുന്നതാണ്. കലാഭിരുചിയുള്ളവരും അതിൽ അവഗാഹം നേടാൻ കഴിവുള്ളവരുമായിരിക്കും. ശരീരപ്രകൃതിയിൽ കാഴ്ചയിൽ ഗാംഭീര്യമുള്ളവരായിരിക്കും. വിരിഞ്ഞ മാറിടവും വിസ്താരമേറിയ നെറ്റിയും വിശാലമായിട്ടുള്ള കണ്ണുകളും ഇവർക്കുണ്ടാകും. ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും പരിമിതമായ അളവിലെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അജീർണവും കൂടെ കൂടെ ബാധിച്ചെന്നിരിക്കാം. ഇതെല്ലാം മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകളോടുകൂടി കഴിഞ്ഞുകൂടാൻ നോക്കിയാൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. കണ്ണിന് അസുഖം ഉണ്ടാകാവുന്നതാണ്. വർദ്ധിച്ച ഹൃദയസ്പന്ദനം, ക്രമം തെറ്റിയുള്ള രക്തസഞ്ചാരം, രക്തസമ്മർദ്ദം, കൂടെ തലവേദന വരിക തുടങ്ങിയ അസുഖങ്ങളും പിടിപെട്ടേക്കാം. ഈ ജന്മസംഖ്യയുള്ള ചിലർക്ക് ബുദ്ധിഭ്രംശവും സംഭവിക്കാറുണ്ട്. 10, 19, 28, 37, 55, 64, 73 എന്നീ വയസ്സുകളിൽ ഏതിലെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവർക്ക് സംഭവിച്ചേക്കാം. ഭക്ഷണത്തിൽ ഇലക്കറികൾ പതിവായി ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. ദിവസവും രാവിലെ 1 ടീസ്പൂൺ അളവിൽ ശുദ്ധമായ തേൻ പച്ചവെള്ളത്തിലോ ചെറു ചൂടോടുകൂടിയ പാലിലോ ചേർത്ത് കുടിക്കുന്നത് പ്രയോജനകരമാണ്. ഭക്ഷണത്തിൽ ചെറുനാരങ്ങ, ഓറഞ്ച്, ഈന്തപ്പഴം, ഇഞ്ചി, ഉണക്കമുന്തിരിങ്ങ, ചീരവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് ഉത്തമമായി പറയപ്പെടുന്നു. ദാമ്പത്യ ജീവിത കാര്യത്തെ ചിന്തിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇവർ പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർ പ്രേമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേമിക്കപ്പെടുകയാണ് പതിവ്. എന്നിരുന്നാലും വളരെ വൈകി മാത്രമേ ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. അഥവാ കാലേക്കുട്ടി വിവാഹിതരായാൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യതയും സമാധാനവും സ്ഥായിയായി ഉണ്ടായിരിക്കുന്നതുമല്ല. തൊഴിലിന്റെ കാര്യം പറയുമ്പോൾ വ്യാപാരത്തിൽ ഇവർ വിജയിക്കാൻ സാധ്യതയില്ല. വ്യവസായം സ്വന്തം നിലയിൽ നടത്തിയാലും വിജയസാധ്യത കുറവാണ്. കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ സർക്കാർ ഉദ്യോഗമോ ആയിരിക്കും ഇവർക്ക് ഉചിതമായ തൊഴിൽ. ബഹുമുഖ പ്രതിഭാശാലിയാകയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കലാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഇവർ ശോഭിക്കുന്നതാണ്. ഉദ്യോഗ കാര്യങ്ങളിൽ ഇവർ ഭരണരംഗത്തെത്തിയാൽ അതിവേഗം ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരും. കീഴ് ജീവനക്കാരുടെ സ്നേഹാദരങ്ങളും മേലധികാരികളുടെ അഭിനന്ദനവും ഇവർക്ക് ലഭിക്കുന്നതാണ്. ന്യായമില്ലാത്ത എന്തെങ്കിലും പെരുമാറ്റം അധികാരിയിൽ നിന്നുണ്ടായാൽ ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇവർ മടിക്കുകയില്ല. അങ്ങനെ പോയാൽ അധികം താമസിയാതെ ഉപേക്ഷിച്ച ഉദ്യോഗത്തെക്കാൾ ഉയർന്ന ഉദ്യോഗം ഇവരെ തേടി എത്തുന്നതാണ്. ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ്. ഉന്നതാധികാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനോ വ്യവസായ പ്രമുഖനോ രാഷ്ട്രീയ രംഗത്ത് നേതാവോ കലാരംഗത്ത് നായകനോ സംവിധായകനോ ആയിത്തീരാൻ ഇവർക്ക് കഴിവുണ്ട്. നാമസംഖ്യ കൂടി അനുകൂലമായാൽ ഇവർ അർഹിക്കുന്ന തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ആജ്ഞാശക്തി, അഭിജ്ഞത, സാമർഥ്യം, ഉത്തരവാദിത്വ ബോധം, ഊർജ്ജസ്വലത, കൃത്യനിഷ്ഠ എന്നീ ഗുണവിശേഷങ്ങൾ ഇവരെ ഉത്കർഷത്തിലേക്ക് നയിക്കും. എന്നാൽ വിനയവും വിധേയത്വവും അനുസരണശീലവും അശേഷവും ഇല്ലാത്തതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കുകയും പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യും. സ്വതേ മനക്കരുത്തുള്ളവരാണെങ്കിലും പരാജയം സംഭവിച്ചാൽ പെട്ടെന്ന് മനസ്സ് പാടെ തകർന്നു പോകും. അതോടെ ഉത്സാഹമെല്ലാം അസ്തമിച്ച് ഉദാസീനനും കർമ്മവിമുഖനുമായിത്തീരും. അതുകൊണ്ട് വ്യാപാരം, വ്യവസായം, കൃഷി എന്നീ രംഗങ്ങളിൽ ഇവർക്ക് വിജയസാധ്യത കുറവാണ്. ഇനി 1 ജന്മസംഖ്യയായിട്ടുള്ള ഏതാനും പ്രശസ്ത വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ചക്രവർത്തി, ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ആനി ബസന്റ്, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന വി ഗിരി, സംഖ്യാശാസ്ത്ര പണ്ഡിതനായിരുന്ന ഷീറോ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഗാർഫീൽഡ്, വിഖ്യാത സാഹിത്യകാരനായ ഗോയ്തെ, ലിയോ ടോൾസ്റ്റോയ്, ജർമ്മൻ ഭരണാധികാരിയായിരുന്ന ബിസ്മാർക്ക്, സാഹിത്യകാരനായ അലക്സാണ്ടർ ഡ്യൂമാസ്, മലയാളത്തിന്റെ ഗാനഗന്ധർവനായ ശ്രീ യേശുദാസ്, ഛത്രപതി ശിവജി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന സ്റ്റാലിൻ, ലെനിൻ,
സാഹിത്യകാരനായ തോമസ് മൂർ, സാഹിത്യകാരനായ എഡ്ഗാർ അലൻ പോ തുടങ്ങിയവർ 1 ജന്മസംഖ്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് 2 ജന്മസംഖ്യക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങളിലേക്ക് കടക്കാം. അതായത് 2 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം. 2 എന്ന സംഖ്യ ചന്ദ്രഗ്രഹത്തിന്റെ ആധിപത്യമുള്ള സംഖ്യയാണ്. 2-ന് 1-ന്റെ ആധിപത്യമുള്ള സൂര്യന്റെ സ്ത്രീ ലക്ഷണങ്ങളെല്ലാമാണ് ഉള്ളത് എന്ന് പറയാം. 1ഉം 2ഉം ജന്മസംഖ്യയായിട്ടുള്ളവർ സ്പഷ്ടമായ വിപരീത സ്വഭാവത്തോടു കൂടിയവരാണെങ്കിലും ഇരു കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടും സ്നേഹാദരങ്ങളോടും ഒത്തൊരുമയോടും കൂടി വർത്തിക്കുന്നവരായിരിക്കും. ഓരോ മാസത്തിലും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 2 എന്ന സംഖ്യയാൽ ഭരിക്കപ്പെടുന്നവരാണ്. ജന്മസംഖ്യ 2, അതിന്റെ അധിപൻ ചന്ദ്രൻ. സൗഹൃദ സംഖ്യകളാകട്ടെ 1, 2, 5. അതായത് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ. സമസംഖ്യകളാകട്ടെ 3, 4, 6, 7, 8, 9. അതായത് ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ശത്രുസംഖ്യകൾ 2 ജന്മസംഖ്യക്കാർക്കില്ല. ജന്മാക്ഷരമായി അനുകൂല അക്ഷരങ്ങൾ B, K, T എന്നീ അക്ഷരങ്ങളാണ്. നിറം വെള്ളയാണ്. രത്നം മുത്താണ്. ലോഹം വെള്ളിയാണ്. യോജിച്ച തൊഴിൽ നയതന്ത്രം, നീതിന്യായം, റിയൽ എസ്റ്റേറ്റ്, വ്യാപാരം, രാഷ്ട്രീയം, അധ്യാപനം, റിസർച്ച്, നവീകരണം തുടങ്ങിയ തൊഴിലുകളാണ്. ഇനി നമുക്ക് ഇവരുടെ സ്വഭാവത്തെ പരിശോധിക്കാം. ഈ സംഖ്യ ചന്ദ്രഗ്രഹത്തെ കുറിക്കുന്നതാകയാൽ ഇവർ പൊതു ജനപ്രീതി ആർജിക്കുന്നവരായിരിക്കും. ഇവർ പ്രകൃത്യാ സൗമ്യശീലരും കൽപ്പനാ വൈഭവമുള്ളവരുമായിരിക്കും. നേരിൽ കാണുന്ന കാഴ്ചകളെക്കാൾ കാൽപ്പനിക സൗന്ദര്യമാണ് ഇവരുടെ കരളിനെ കൂടുതലായി കവരുക. സങ്കല്പ ലോകത്തിൽ വിഹരിക്കുവാനാണ് ഇവർ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. കലാസൃഷ്ടികളും കലാപ്രവർത്തനങ്ങളും ഇവരെ ഹഠാതാകർഷിക്കും. അടിയുറച്ച ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ. പരോപകാര തൽപരരായിരിക്കും. പക്ഷേ ആരിൽ നിന്നും പ്രത്യുപകാരം ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല. ശാരീരിക ഗുണത്തെക്കാൾ മാനസിക ഗുണമാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. എന്നിരുന്നാലും മനസ്സുറപ്പ് ഇവർക്ക് ഉണ്ടായിരിക്കുകയുമില്ല. വജോവിലാസം കൊണ്ട് ഇവർ ആരെയും ആകർഷിക്കുന്നതായിരിക്കും. വൈരാഗ്യ ബുദ്ധിയും മുൻകോപവും ഇവർക്ക് കൂടുതലാണ്. അതൊഴിവാക്കിയാൽ ഇവർ ജീവിതത്തിൽ പൂർണ്ണ വിജയം പ്രാപിക്കും. ഏതു കാര്യവും ചിന്തിച്ചുറപ്പിക്കാൻ ഇവർക്ക് സാമർഥ്യം കൂടും. പക്ഷേ ആ സാമർഥ്യം പ്രവൃത്തിയിൽ കാണണമെന്നില്ല. നീതിക്ക് വേണ്ടി ഇവർ പോരാടുന്നതാണ്. അനീതി കണ്ടാൽ കത്തിജ്വലിക്കുകയും ചെയ്യും. ആത്മവിശ്വാസമില്ലായ്മ, അലസത, അസ്ഥിരത, ക്ഷിപ്രകോപം എന്നിവയാണ് ഇവരുടെ പ്രധാന ദോഷവശങ്ങൾ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ശുഭിതരായേക്കാം. പെട്ടെന്ന് നിരാശനാകുകയും ചെയ്യും. ഇത്തരം ദോഷവശങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ വിജയം പൂർണ്ണമായി ശ്രദ്ധിക്കുന്നതാണ്. ശരീരപ്രകൃതി പൂർണ്ണിച്ച ശരീരപ്രകൃതിയാണ്. 2 ജന്മസംഖ്യയായിട്ടുള്ളവരിൽ അധികം പേരിലും കണ്ടുവരുന്നത് ശരീരത്തിന്റെ വണ്ണം അനുസരിച്ചുള്ള ബലം ഉണ്ടായിരിക്കുകയില്ല എന്നതാണ്. ജന്മസംഖ്യയുടെ ആധിപത്യം പൂർണ്ണമായിരുന്നാൽ പൊക്കമുള്ളവരായിരിക്കും. അല്ലാത്ത പക്ഷം സാധാരണയിൽ അല്പം കുറഞ്ഞ പൊക്കമായിരിക്കും. മാംസളമായ കുറുകിയ കഴുത്തും കനത്ത പുരികങ്ങളും നീണ്ടുവിടർന്ന കണ്ണുകളും ഉരുണ്ട ശിരസും ചുരുണ്ട് സമൃദ്ധമായ മുടിയും ഇവർക്കുണ്ടായിരിക്കും. കുടവയറുള്ളവരുമായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അജീർണമോ പ്രമേഹമോ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. മിതവും പഥ്യവുമായ ആഹാരം ശീലിച്ചാൽ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. നേത്രരോഗങ്ങൾ പിടിപെടാൻ എളുപ്പമാണ്. ആമാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം, കുടൽ വ്രണം എന്നീ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. 11, 20, 29, 38, 47, 56, 65, 74, 83 എന്നീ വയസ്സുകളിൽ ഏതിലെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഇവരുടെ ശരീരസ്ഥിതിക്ക് വെള്ളം അധികം ആവശ്യമാണ്. പച്ചവെള്ളം കുടിക്കാതെ ചൂടാക്കി തണുപ്പത്തിന് ശേഷം മാത്രമേ ഇവർ കുടിക്കാവൂ എന്നുള്ളതാണ്. കൂടാതെ വളരെ മിതമായി മാത്രമേ ആഹാരം കഴിക്കാനും പാടുള്ളൂ. ചീരവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഭക്ഷിക്കുന്നതാണ് ഇവർക്ക് അനുയോജ്യം. മുരിങ്ങയുടെ ഇലയും പൂവും കായും ഇവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങളും കാബേജും വെള്ളരിക്കായും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ഇവർ 7 ജന്മസംഖ്യയായിട്ടുള്ള സ്ത്രീകളെ സ്വീകരിക്കാനാണ് സാധ്യത. അങ്ങനെ സാധിച്ചാൽ ഐശ്വര്യപൂർണമായ ജീവിത വിജയം ഇവർക്ക് സുനിശ്ചിതമാണ്. 3, 6 എന്നീ ജന്മസംഖ്യക്കാരെയും ഇവർക്ക് പരിഗ്രഹിക്കാവുന്നതാണ്. അതുമൂലം ഇവർക്ക് നന്മയുണ്ടാകുന്നതുമാണ്. തൊഴിൽ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഏത് കക്ഷിക്കാർക്ക് വേണ്ടിയും ചമൽക്കാരത്തോടുകൂടി
സംസാരിക്കുന്നവരായതുകൊണ്ട് വക്കീൽ ജോലിയും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഇവർ കൂടുതലായി സംഗീതം, സാഹിത്യം, നൃത്തം, നാട്യം, ചിത്രരചന, ശില്പവേല തുടങ്ങിയ സുകുമാര കലകളിൽ ഏർപ്പെട്ടാൽ പരിപൂർണ വിജയം പ്രാപിക്കുന്നതാണ്. പ്രസിദ്ധീകരണശാല, ജൗളി വ്യാപാരം, ജൂവലറി മാർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾ മൂലവും സമ്പന്നരായി തീരാൻ ഇവർക്ക് കഴിയും. ഈ ജന്മസംഖ്യയുള്ളവരിൽ പലരും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. സാഹിത്യകാരന്മാരോ, ചിത്രകാരന്മാരോ, നർത്തകരോ, നടന്മാരോ, ഗായകരോ ഒക്കെ ആകാം. അപൂർവം ചിലർ വ്യാപാരികളായി തീരാറുണ്ട്. വ്യാപാര സാധനങ്ങൾ കലയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവയായിരിക്കാം. സ്വർണ്ണക്കട, വെങ്കല പാത്രക്കട, ജൗളിക്കട, പുസ്തക വ്യാപാരശാല, കരകൗശല സാധനങ്ങളുടെ വിൽപ്പനശാല മുതലായ എന്തുമാകാം. ഉദ്യോഗമാണ് സിദ്ധിക്കുന്നതെങ്കിൽ അതും കലയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതാകാൻ ഇടയുമുണ്ട്. 2 ജന്മസംഖ്യയായിട്ട് ജനിച്ചവരിൽ പ്രശസ്ത വ്യക്തികളെ കൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകാം. മഹാത്മാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ, ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ, നാടകകൃത്തായ ഇസ്ബൻ, നോവലിസ്റ്റായ തോമസ് ഹാർഡി, ചിത്രകാരനായ രാജാ രവിവർമ്മ, ചലച്ചിത്രകാരനായ ബാലചന്ദ്ര മേനോൻ, സിനിമാ താരമായ സോഫിയ ലോറൻ, കവിയായ ലൂജിൻ ഫീൽഡ് തുടങ്ങിയവരൊക്കെ 2 ജന്മസംഖ്യയിൽ ജനിച്ചവരാണ്. ഇപ്പോൾ നമുക്ക് 3 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലം നോക്കാം. 3 ദേവഗുരുവായ ബൃഹസ്പതിയുടെ അഥവാ വ്യാഴത്തിന്റെ ആധിപത്യമുള്ള സംഖ്യയാണ്. 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യയായിട്ടുള്ളവരാണ്. ജന്മസംഖ്യ 3ന്റെ അധിപൻ വ്യാഴമാണ്. അതിന്റെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നീ സംഖ്യകളാണ്. അതായത് സൗഹൃദ ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 8ഉം 7ഉം പറയാം. അതായത് ശനി, കേതു എന്നീ ഗ്രഹങ്ങൾ സമന്മാരാണ് എന്നർത്ഥം. ശത്രുസംഖ്യകൾ 4, 5, 6 എന്നീ സംഖ്യകളാണ്. അതായത് ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ ശത്രുക്കളാണ് എന്നർത്ഥം. ജന്മാക്ഷരങ്ങൾ ഉത്തമമായി വരുന്നത് C, L, U എന്നീ അക്ഷരങ്ങളാണ്. മഞ്ഞയാണ് ഇവരുടെ നിറം. രത്നം മഞ്ഞപ്പുഷ്യരാഗമാണ്. ലോഹം സ്വർണമാണ്. യോജിച്ച തൊഴിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അധ്യാപനം, പൗരോഹിത്യം, നീതിന്യായം, സൈന്യം, സർക്കാർ ജോലി, ബാങ്ക്, സയന്റിസ്റ്റ് തുടങ്ങിയ ജോലികളൊക്കെ ഇവർക്ക് ഗുണകരമാണ്. ഇവരുടെ സ്വഭാവത്തെ കൂടി നമുക്ക് പരിശോധിക്കാം. വ്യാഴം വിജ്ഞാനകാരകനാണ്. അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ മഹത്തായ ഗുണവിശേഷങ്ങൾ ഉള്ളവരായിരിക്കും. മഹത്വം കാക്ഷിക്കുന്നവരുമായിരിക്കും. എല്ലാവരുടെയും പ്രശംസയ്ക്കും ആദരവിനും പാത്രീഭൂതരാകുന്നവരാണ് ഇവർ. അചഞ്ചലമായ ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും ഇവർക്കുണ്ടായിരിക്കും. ഏത് കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയും അച്ചടക്കവും ഉണ്ടായിരിക്കണമെന്ന് ഇവർക്ക് വളരെ നിർബന്ധമുണ്ടാകാം. പണം ഇവർക്ക് പ്രധാനമല്ല. ഗുണവിശേഷങ്ങളെ മാത്രമേ ഇവർ മാനിക്കുകയുള്ളൂ. ശത്രുക്കളെ പറ്റി ഇവർക്ക് ഭയമില്ല. പരാജയത്തെ മരണത്തെക്കാൾ ഭയാനകമായി കരുതുന്ന അഭിമാനികളാകാം. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഇവർ ഒരുമ്പെടാറില്ല. കുറുക്കുവഴികളിൽ കൂടി ഉത്കർഷം പ്രാപിക്കാൻ നോക്കാറുമില്ല. അഭ്യസിച്ച വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഇവർ ഉദാരമതികളായിരിക്കും. മറ്റൊരു സഹായവും ആരും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ധനസഹായ അഭ്യർത്ഥനയുമായി ആരെങ്കിലും ഇവരെ സമീപിച്ചാൽ ധനസമ്പാദന മാർഗം ഉപദേശിച്ച് വേണ്ടുവോളം നൽകി അവരെ മടക്കി അയക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. സ്വന്തം ജീവിതത്തിലെ ബദ്ധപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ അന്യരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ അനുകമ്പ സമ്പാദിക്കാൻ ഇവർ ഒരുമ്പിടാറില്ല. സ്വന്തം ആദർശങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കാനും ആജ്ഞകൾ അനുസരിപ്പിക്കാനും ഇവർ ആഗ്രഹിച്ചേക്കാം. ഈ സ്വഭാവം ഇവർക്ക് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. ശരീരപ്രകൃതി എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ശരീരപുഷ്ടി ഉണ്ടായിരിക്കും ഇവർക്ക്. ഗാംഭീര്യം സ്ഫുരിക്കുന്ന രൂപം, പെട്ടെന്ന് വിയർക്കുന്ന പ്രകൃതം, കരുണ ചൊരിയുന്ന വിടർന്ന കണ്ണുകൾ, നീളമുള്ള പുരികങ്ങൾ, നിരയൊത്ത പല്ലുകൾ, തലമുടി നേർത്തതും നീണ്ടതും ആയിരിക്കും. ചുരുൾ ഉണ്ടാവുകയുമില്ല. ഇവരുടെ ആരോഗ്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർക്ക് ത്വഗ് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3 ജന്മസംഖ്യയുള്ള ചിലർക്ക് തളർവാദവും പിടിപെടാറുണ്ട്. ഇവർ കാലേക്കുട്ടി തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഹെർണിയ, തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകാൻ ഇടയുണ്ട്. 12, 21, 30, 39, 48, 57, 66,
75, 84 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. നെല്ലിക്ക ധാരാളമായി ഭക്ഷിക്കുക. പച്ച നെല്ലിക്ക കിട്ടാത്ത അവസരങ്ങളിൽ ഉണക്ക നെല്ലിക്കയും ഇവർ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. നെല്ലിക്ക ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുകയും ജീവശക്തിയെ വളർത്തുകയും ചെയ്യും. ഭക്ഷണത്തിൽ ഗോതമ്പ്, അത്തിപ്പഴം, മാതളപ്പഴം, മുന്തിരിങ്ങ, ബദാം പരിപ്പ്, ആപ്പിൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവർ 3 അല്ലെങ്കിൽ 9 ജന്മസംഖ്യയുള്ളവരെ ആയിരിക്കും ഇഷ്ടപ്പെടുക. 2 ജന്മസംഖ്യയുള്ളവരെയും ഇഷ്ടപ്പെടാം. ദാമ്പത്യ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കും. സന്താന ഭാഗ്യവും ഉണ്ടാകും. ഇവരുടെ തൊഴിൽ കുറച്ചുകൂടി നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. 3 ജന്മസംഖ്യയുള്ളവരിൽ അധികം പേരും ഉന്നത അധികാരങ്ങളുള്ള ഉദ്യോഗസ്ഥരാകാനാണ് സാധ്യത. നീതിന്യായ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഇവർ ശോഭിക്കുന്നതാണ്. ഭരണതന്ത്രജ്ഞരായിരിക്കും. തനിക്ക് കീഴിൽ ഉദ്യോഗസ്ഥരുള്ള ഉദ്യോഗമായിരിക്കും ഇവർക്ക് കിട്ടുക. ശമ്പളത്തെക്കാൾ സ്ഥാനമാനങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൽപ്പിക്കുക. അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടാൽ ഹൈസ്കൂൾ അധ്യാപകർ ആകുന്നതിനേക്കാൾ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആകാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുക. പോസ്റ്റ്മാനായി ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ ഇവർ കഴിവതും വേഗം ടെസ്റ്റ് എഴുതി പോസ്റ്റ് മാസ്റ്റർ ആകാൻ നോക്കും. ഗതികേട് കൊണ്ട് താഴ്ന്ന ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ സ്ഥിരോത്സാഹം കൊണ്ട് വളരെ വേഗത്തിൽ ഇവർ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നതാണ്. 3 ജന്മസംഖ്യയുള്ളവരിൽ അനേകം പേർ പ്രചാരണ വൃത്തിയിൽ ഏർപ്പെടുന്നവരായും രാജ്യനന്മയ്ക്കും ജനക്ഷേമത്തിനും ഉതകുന്ന ഉപദേഷ്ടാക്കളായും പ്രശോഭിക്കും. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നീതിനിഷ്ഠയും ധർമ്മബോധവും പ്രകടമാണ്. അധ്യാപക വൃത്തി, മതാധ്യക്ഷന്മാർ, അഭിഭാഷകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ രംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതാണ്. ഏതു തൊഴിലിലും ഏർപ്പെട്ടിരുന്നാലും പരോക്ഷമായെങ്കിലും രാഷ്ട്രീയ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. ഏർപ്പെടുന്ന മേഖലയിൽ ഇവരുടെ വാക്കുകൾക്ക് നല്ല മതിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെ ആകാവുന്നതാണ്. മന്ത്രി പദവി പോലും ഇവരെ തേടിയെത്തിയെന്നിരിക്കാം. ഈ ജന്മസംഖ്യയുള്ളവരിൽ ചുരുക്കം ചിലർ വ്യാപാര രംഗത്ത് പ്രവേശിച്ച് ധനസമ്പാദനം നടത്തി വരുന്നു. 3 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ്, ഇംഗ്ലീഷ് സാഹിത്യകാരനായ HD വെൽസ്, ലോകപ്രസിദ്ധ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ, ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ, സ്വാമി വിവേകാനന്ദൻ, പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ JC ബോസ്, വ്യവസായിയായ ഹെൻറി ഫോർഡ് തുടങ്ങിയവർ 3 ജന്മസംഖ്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് 4 ജന്മസംഖ്യയുള്ളവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. 4 ജന്മസംഖ്യയുടെ അധിപൻ രാഹുവാണ്. രാഹുവിൻ്റെതായ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങളുണ്ട്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് എന്തും നോക്കിക്കാണുന്ന ഒരു സ്വഭാവ രീതിയാണ് രാഹുവിനുള്ളത്. 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 4 എന്ന ജന്മസംഖ്യ ഉള്ളവരാണ്. ജന്മസംഖ്യ 4, അതിന്റെ അധിപൻ രാഹുവാണ്. സൗഹൃദ സംഖ്യകൾ 4, 5, 6, 8 എന്നിവയൊക്കെയാണ്. അതായത് ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ഇവർക്ക് സുഹൃത് ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി പറയുന്നത് 1, 2, 9 എന്നീ സംഖ്യകളാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ. ശത്രു സംഖ്യകളായി 3ഉം 7ഉമാണ് പറയുന്നത്. വ്യാഴവും കേതുവുമാണ് ശത്രു സംഖ്യകളുടെ ഗ്രഹങ്ങൾ. ഇവർക്ക് ഉത്തമമായി വരുന്ന ജന്മാക്ഷരങ്ങൾ D, M, V എന്നീ അക്ഷരങ്ങളാണ്. അനുകൂല നിറം ചാരനിറമാണ്. അനുകൂല രത്നം ഗോമേതകമാണ്. അനുകൂല ലോഹം ഈയവും പിത്തളയും വെള്ളോടുമാണ്. നമുക്കിനി ഇവർക്ക് യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വക്കീലന്മാർ, രാഷ്ട്രീയക്കാർ, ടെക്നീഷ്യന്മാർ, ബിസിനസ്സുകാർ, വൈദ്യശാസ്ത്രം, ഗൂഢശാസ്ത്രങ്ങൾ തുടങ്ങിയവ ഇവർക്ക് അനുകൂല തൊഴിലുകളാണ്. നമുക്കിനി 4 ജന്മസംഖ്യക്കാരുടെ സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് പരിശോധിക്കാം. എന്തിനും എതിരു പറയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. സൗമ്യമായോ സൗമനസ്യത്തോടു കൂടിയോ ഇവർ സംസാരിക്കുകയില്ല. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ അഭിപ്രായക്കാരാണ് ഇവർ. വാദപ്രതിവാദത്തിൽ എപ്പോഴും എതിർവശം പിടിച്ചു വാദിക്കുകയും ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും. ഇവർക്ക് ആരെയും ഭയമില്ല. ഒന്നിലും കൂസലുമില്ല. വെട്ടൊന്ന് 2 തുണ്ടം എന്ന മട്ടിലായിരിക്കും ഇവരുടെ സംസാര രീതി. മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്നു പറയും. ആരോടും കയർത്ത് സംസാരിക്കുകയും ചെയ്യും. ജീവിതാരംഭത്തിൽ ഇങ്ങനെ കർക്കശ സ്വഭാവക്കാരായിരിക്കുമെങ്കിലും അനുഭവ പാഠങ്ങളും ലോകപരിചയവും വർദ്ധിക്കും തോറും
സ്വഭാവത്തിന് അയവ് വരാറുണ്ട്. എന്നിരുന്നാലും പ്രകൃത്യാ വിമർശന സ്വഭാവക്കാരാണ് ഇവർ. എല്ലാവരും വന്ദിക്കുന്നതിനെ ഇവർ നിന്ദിക്കുന്നതാണ്. അതിനു തക്ക ന്യായവും ഇവർ കണ്ടുവച്ചിട്ടുണ്ടാകും. അഭിനന്ദനം ഇവരിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിരുന്നാലും ആർദ്ര ഹൃദയരായിരിക്കും ഇവർ. എല്ലാവർക്കും കൊടുത്തു പോകും. തന്മൂലം ശത്രുക്കളെ പോലെ മിത്രങ്ങൾക്കും ഇവർക്ക് കുറവുണ്ടാകില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയുമില്ല. കഥകളും മതഗ്രന്ഥങ്ങളും ഇവർക്ക് പഥ്യമാണ്. ഏത് കാര്യവും പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ഇവർ തൽപരരായിരിക്കും. അധികാരം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ എത്ര ശക്തിയായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒരു സമൂല പരിവർത്തനം തന്നെ ഇവർ സൃഷ്ടിക്കുന്നതാണ്. അത്ര കണ്ട് സ്വേച്ഛാപ്രമത്തരായിരിക്കും ഇവർ. ആരു പറയുന്നതും ഇവർ അനുസരിക്കുകയില്ല. എല്ലാവരും തങ്ങൾ പറയുന്നത് തെറ്റും ശരിയും നോക്കാതെ അനുസരിച്ചു കൊള്ളണമെന്നും വളരെ നിർബന്ധമുണ്ട്. മുറയനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായി തന്നെ ലോകം നോക്കിക്കാണണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ട് പണത്തിലും പ്രസിദ്ധിയിലും ഇവർക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുകയില്ല. വലിയ ബദ്ധപ്പാട് കൂടാതെ വിജയം സുനിശ്ചിതമാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ ഇടപെടുകയുള്ളൂ. പൊതുവെ വളരെ പെട്ടെന്ന് വികാരാധീനരായി തീരുന്നവരാണ് ഇവർ. വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവർക്ക് പരമപ്രധാനമാണ്. ഓരോ ചില്ലിക്കാശിനും ഇവർ പരമാവധി പ്രയത്നിക്കേണ്ടി വരും. എന്നിരുന്നാലും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഒരു മടിയും ഉണ്ടാകുകയില്ല. കാശു കയ്യിൽ കിട്ടിയാൽ കാണുന്ന കൗതുക വസ്തുക്കളെല്ലാം ഇവർ വാങ്ങി ശേഖരിക്കും. ജീവിതോത്കർഷത്തിന് ഇവർക്ക് തീവ്ര മോഹമുണ്ടായിരിക്കും. എന്നാൽ പ്രായം വർദ്ധിക്കുന്തോറും ക്രമേണ ഭൗതിക സുഖ വിരക്തിയും ആത്മീയ കാര്യങ്ങളിൽ ആസക്തിയും ഉണ്ടാകും. ഏത് കാര്യത്തിലും നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതോത്കർഷം ഉണ്ടാകുന്നതാണ്. നമുക്ക് 4 ജന്മസംഖ്യയുള്ളവരുടെ ശരീരപ്രകൃതി ഒന്ന് പരിശോധിക്കാം. ഇവരിൽ അധികം പേരും പൂർണ്ണിച്ച ശരീരമുള്ളവരായിരിക്കും. ഇടത്തരം പൊക്കമായിരിക്കും. വട്ടമുഖവും ശിരസും കുഴിഞ്ഞ കണ്ണുകളും ഉള്ളവരായിരിക്കും. ഇവരുടെ ആരോഗ്യകാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അജീർണം തുടങ്ങിയ ഉദരവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാര കാര്യത്തിൽ ക്രമീകരണം ആവശ്യമാണ്. ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്ന രോഗങ്ങൾ മാത്രമേ ഇവരെ ബാധിക്കുകയുള്ളൂ. മൂത്രസംബന്ധമായ അസുഖം, ഹൃദ്രോഗം, ബുദ്ധിഭ്രംശം കൂടാതെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗവും വരാവുന്നതാണ്. 13, 22, 31, 40, 49, 58, 67, 76, 85 എന്നീ വയസ്സുകളിൽ ഏതിലെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവർക്ക് സംഭവിച്ചേക്കാം. മാംസഭക്ഷണവും മസാലയും വർജിക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ ഒട്ടും തന്നെ ഉറക്കമൊഴിയാൻ പാടില്ല. ഉറക്കമൊഴിയേണ്ടുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കേണ്ടതാണ്. 4 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ദാമ്പത്യ ജീവിതം ഒന്ന് പരിശോധിക്കാം. ഇവർക്ക് 1 ജന്മസംഖ്യയുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഇണയാണ് വേണ്ടതെങ്കിൽ 8 ജന്മസംഖ്യയുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കണം. സന്താന ഭാഗ്യമുണ്ട്. ഇവർ ധൂർത്തരാകയാൽ 6 ജന്മസംഖ്യയുള്ളവരെ സ്വീകരിച്ചാൽ മാത്രമേ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയുള്ളൂ. ഭാര്യാഭർത്താക്കന്മാർ ഈശ്വര ഭക്തിയുള്ളവരായിരിക്കും. ദാമ്പത്യ ജീവിതം മാതൃകാപരമായിരിക്കും. ഇവരുടെ തൊഴിൽ എന്തൊക്കെയാണെന്ന് കൂടുതൽ വിശദമായി ഒന്ന് നോക്കാം. ജ്യോത്സ്യം, മനോവശ്യം, മന്ത്രവാദം തുടങ്ങിയ ഗുപ്ത ശാസ്ത്രവിദ്യകളിൽ പ്രാവീണ്യമുണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന പദവി വഹിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുന്നതാണ്. പത്രപ്രവർത്തനവും പുസ്തക പ്രസിദ്ധീകരണവും വിജയിക്കും. ഭക്ഷണശാലകളും വിശ്രമ സങ്കേതങ്ങളും നടത്തി പണം സമ്പാദിക്കാനും സാധ്യതയുണ്ട്. ലേഖനമെഴുത്തും പ്രസംഗവും ഇവരെ പ്രശസ്തരാക്കും. വൈദ്യവൃത്തിയിലും വിജയിക്കും. ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം സമ്പാദിക്കുന്നതാണ്. ഡോക്ടറോ എഞ്ചിനീയറോ ആകാനും സാധ്യതയുണ്ട്. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും കൈത്തൊഴിൽ രംഗമാണ് ഇവർക്ക് ഏറ്റവും യോജിച്ചത്. വ്യവസായ രംഗത്ത് വിജയം കൈവരിക്കുന്നതാണ്. പണമിടപാടുകൾക്ക് സമർത്ഥരും വിശ്വസ്തരുമായിരിക്കും ഇവർ. ചിട്ടി, ബാങ്ക് മുതലായ ബിസിനസ്സുകൾക്കും അനുകൂലമാണ് ഇവരുടെ കഴിവുകൾ. 4 ജന്മസംഖ്യയിൽ ജനിച്ച പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ, സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ബേഡൻ പവൽ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോർജ് എലിയട്ട്, ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെ, ചിന്തകനായ ഫ്രാൻസിസ് ബേക്കൻ, ദാർശനികനായ ഇമാനുവൽ കാന്റ്, ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ ആർതർ കോനൻ ഡോയൽ, സരോജിനി നായിഡു തുടങ്ങിയവർ 4 ജന്മസംഖ്യയിലാണ് ജനിച്ചത്. ഇപ്പോൾ നമുക്ക് 5 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. 5 എന്നത് ബുധഗ്രഹത്തിന്റെ ആധിപത്യത്തിലുള്ള സംഖ്യയാണ്. ബുധൻ വിദ്യാകാരകനാണ്. 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 5 ജന്മസംഖ്യയുള്ളവരാണ്. ജന്മസംഖ്യ 5
അതിന്റെ അധീപൻ ബുധനാണ്. സൗഹൃദ സംഖ്യകളായി 1, 5, 6 എന്നീ സംഖ്യകളാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3, 4, 8, 9 എന്നീ സംഖ്യകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം, രാഹു, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സമഗ്രഹങ്ങളാണ്. ശത്രു സംഖ്യകളായി 2ഉം 7ഉമാണ് പറയുന്നത്. അതായത് ചന്ദ്രനും കേതുവുമാണ് ഇവരുടെ ശത്രുഗ്രഹങ്ങൾ. അനുകൂല ജന്മാക്ഷരം E, N, W എന്നീ അക്ഷരങ്ങളാണ്. ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിറം പച്ചയാണ്, രത്നം മരതകമാണ്, ലോഹം സ്വർണമാണ്. ഇവർക്ക് യോജിച്ച തൊഴിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വ്യവസായികൾ, ബാങ്കേഴ്സ്, ചിട്ടി, സ്റ്റോക്ക് ബ്രോക്കർ, പുസ്തക പ്രസാധകർ, ഗ്രന്ഥരചന, കലാപ്രവർത്തകർ, ജ്യോതിഷം, അക്കൗണ്ടിംഗ് തുടങ്ങിയ തൊഴിലുകളും ഇവരുടെ സ്വഭാവമനുസരിച്ച് സാമാന്യമായി പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ പ്രാവീണ്യം നേടുന്നതാണ്. പാണ്ഡിത്യവും ഭാവനയും സമ്മേളിച്ച് ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പൊതുവെ ഫലിതപ്രിയരായിരിക്കും. ഇവരുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് പ്രിയങ്കരമായിരിക്കും. ഇവർ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ആയുർദൈർഘ്യവും ആരോഗ്യവും ഇവർക്കുണ്ടായിരിക്കും. വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ചവരായിരുന്നാൽ തന്നെയും സ്വപ്രയത്നം കൊണ്ട് ഇവർ ഉന്നത പദവിയിൽ എത്തിച്ചേരുന്നതാണ്. ബഹുജന സമ്പർക്കമുള്ളവരായിരിക്കും ഇവർ. അതിന് ആവശ്യമായ നയതന്ത്രജ്ഞത ഇവർക്ക് ജന്മസിദ്ധമാണ്. മറ്റുള്ളവർക്ക് വളരെ നാളത്തെ ആലോചനകൾക്ക് ശേഷമുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇവർക്ക് നിമിഷ നേരം കൊണ്ടുണ്ടാകും. എത്രയൊക്കെ അറിവുള്ളവരാണെങ്കിലും ആശങ്കയും അപകർഷതാബോധവും ഇവരെ വിട്ടുപിരിയുകയില്ല. ചാഞ്ചല്യവും ചാപല്യവും ഇവരുടെ കൂടപ്പിറപ്പുകളാണ്. പ്രലോഭനങ്ങൾക്ക് ഇവർ ക്ഷണത്തിൽ വശംവദരാകും. മുഖസ്തുതി പ്രിയരായിരിക്കും. അധ്വാനം കൂടാതെ പണമുണ്ടാക്കാനുള്ള ബൗദ്ധിക കൗശലം ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് ഒരു പ്രധാന ഭാഗ്യദോഷം എത്ര പണമുണ്ടായിരുന്നാലും സമയത്ത് ആഹാരം കഴിക്കുവാൻ സമയക്കുറവ് മൂലം സാധിക്കാതെ വരും എന്നുള്ളതാണ്. ഇവരുടെ ബുദ്ധിവൈഭവം പലർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്നതല്ലാതെ ഇവർക്ക് അത്ര കണ്ട് ഉപകരിക്കുകയുമില്ല. തന്നെ പോറ്റാതെ ധർമ്മമില്ലെന്ന തത്വം ഇവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതാണ്. എത്ര കടുത്ത ദ്രോഹം ഇവരോട് ചെയ്യുന്നവർക്കും ഇവർ മാപ്പ് കൊടുക്കുന്നതാണ്. നമുക്കിനി ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് നോക്കാം. ഐശ്വര്യമുള്ള മുഖം, പ്രകാശിക്കുന്ന കണ്ണുകൾ, ആരെയും വശീകരിക്കുന്ന നോട്ടവും നടത്തവും എന്നിവയൊക്കെ ഇവർക്കുണ്ടാകും. ഇവരുടെ ആരോഗ്യകാര്യങ്ങളും കൂടി പരിശോധിക്കാം. ഇവർക്ക് കൂടെ നിദ്രാഭംഗം ഉണ്ടാകും. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാം. 14 വയസ്സുവരെ പലവിധ അസുഖങ്ങളും ഉണ്ടാകും. 40 വയസ്സ് ഒരു വിഷമഘട്ടമായിരിക്കും. 40 വയസ്സ് തരണം ചെയ്താൽ 80 വയസ്സുവരെ ഇവർ ജീവിക്കുന്നതാണ്. വിറയൽ, മയക്കം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ആസ്മ തുടങ്ങിയവയും പിടിപെടാൻ ഇടയുണ്ട്. സ്ഥിരമായി വളരെക്കാലം നിലനിൽക്കുന്ന രോഗങ്ങൾ ഇവർക്കുണ്ടായേക്കാം. 14, 23, 32, 41, 50, 59, 68, 77, 86 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഔഷധ സേവയേക്കാൾ ഇവർക്ക് പ്രയോജനം ചെയ്യുന്നത് യോഗാസനങ്ങളായിരിക്കും. വിശ്രമമാണ് സിദ്ധ ഔഷധം. ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളും പാലും ഉൾപ്പെടുത്തുക. ധാതുപുഷ്ടി നൽകുന്ന ആഹാരങ്ങളും ഔഷധങ്ങളും ഇവർക്ക് ആവശ്യമാണ്. ഭക്ഷണത്തിൽ ക്യാരറ്റ്, റൊട്ടി, ബദാം പരിപ്പ്, ഓട്സ് മുതലായവയും ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. 5 ജന്മസംഖ്യയുള്ളവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായി വിവാഹബന്ധം പുലർത്താമെങ്കിലും 5, 9 എന്നീ ജന്മസംഖ്യയുള്ളവരുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പ്രേമവികാരത്തിന് ഇവർ വിധേയരാകുമെങ്കിലും കാണുന്നവരോടെല്ലാം പ്രേമം തോന്നുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. ആരോടെങ്കിലും പ്രേമം തോന്നിയാൽ അവരെ തന്നെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇവരുടെ തൊഴിൽ കൂടുതലായി ഒന്ന് പരിശോധിക്കാം. ഇവർ സ്ഥിരമായ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുകയില്ല. സ്ഥിരമായ ഒരു തൊഴിലും ചെയ്യുകയുമില്ല. എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ പരാജയം ഒരു തരത്തിലും സംഭവിക്കുകയില്ല. ബുദ്ധിപൂർവകമായ പ്രവർത്തനം മൂലം വലിയ പ്രവർത്തനങ്ങൾ, പുസ്തക പ്രകാശനം എന്നിത്യാദി രംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതായിരിക്കും. ഗ്രന്ഥരചന, പുസ്തക പ്രസാധനം, വിൽപ്പന, വ്യാപാര പ്രതിനിധി, കലാപ്രവർത്തനം, ദല്ലാൾ പ്രവൃത്തി എന്നീ രംഗങ്ങൾ ഇവർക്ക് യോജിച്ചതാണ്. സ്വന്തം നിലയിൽ വ്യാപാരമോ വ്യവസായമോ നടത്തിയാലും വിജയസാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗത്തെക്കാൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്കാണ് കൂടുതൽ സാധ്യത. 5 ജന്മസംഖ്യയായിട്ടുള്ള ചില പ്രശസ്ത വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ,
കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ കാറൽ മാർക്സ്, ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ്, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരൊക്കെ 5 ജന്മസംഖ്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് 6 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം പരിശോധിക്കാം. 6 ജന്മസംഖ്യയുടെ അധിപൻ ശുക്രനാണ്. ശുക്രന്റെ വാരം വെള്ളിയാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രശംസാർഹമായ സ്വാധീനം ചെലുത്തി വിളങ്ങുന്ന സംഖ്യയാണ് 6. ഏതു മാസത്തിലെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 6 ജന്മസംഖ്യയായിട്ടുള്ളവരാണ്. ജന്മസംഖ്യ 6ന്റെ അധിപൻ ശുക്രനാണ്. ഇതിന്റെ സൗഹൃദ സംഖ്യകൾ 4, 5, 6, 8 എന്നീ സംഖ്യകളാണ്. യഥാക്രമം രാഹു, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3, 7, 9 എന്നീ സംഖ്യകളെ പറയാം. അതായത് വ്യാഴം, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സമന്മാരാണ് എന്നർത്ഥം. ശത്രു സംഖ്യകളായി 1ഉം 2ഉമാണ് പറയുന്നത്. അതായത് സൂര്യനും ചന്ദ്രനും ഇവർക്ക് ശത്രു ഗ്രഹങ്ങളാണ്. ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ജന്മാക്ഷരങ്ങൾ F, O, X എന്നീ അക്ഷരങ്ങളാണ്. ഇവർക്ക് അനുകൂല നിറം വെള്ളി നിറമാണ്. വജ്രമാണ് അനുകൂല രത്നം, ലോഹം വെള്ളിയാണ്. യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. സംഗീതം, നൃത്തം, ചിത്രകല, ശില്പകല തുടങ്ങിയവയൊക്കെ അനുകൂലമാണ്. കൗതുക വസ്തുക്കൾ, ആഭരണം തുടങ്ങിയവയുടെ നിർമ്മാണം, വ്യാപാരം, ആരോഗ്യ സംരക്ഷണം, പത്രപ്രവർത്തനം തുടങ്ങിയവ ഇവർക്ക് അനുകൂല മേഖലകളാണ്. ഇവരുടെ സ്വഭാവം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ വളരെ ആകർഷക ശക്തിയുള്ളവരാണ്. മറ്റുള്ളവരെ പ്രീണിപ്പിച്ച് മുതലെടുക്കുവാൻ ഇവർക്ക് നല്ല കഴിവാണ്. ഇവർ തികഞ്ഞ കലാകാരന്മാരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. തോൽവി ഉണ്ടായാൽ തളർന്നു പോവുകയില്ല. വിജയം വരിക്കും വരെ ഇവർ പരിശ്രമിക്കുന്നതാണ്. ക്ഷമാശീലം ഇവർക്ക് കുറവായിരിക്കും. പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ആരെയും ഇവർ സഹായിക്കുകയുള്ളൂ. പേര് കിട്ടുമെങ്കിൽ മാത്രമേ ഇവർ പൊതുകാര്യങ്ങൾക്ക് പണം മുടക്കുകയുള്ളൂ. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും ഇവരുടേത്. ഭംഗി വാക്ക് പറയും. ഉപകാരസ്മരണ ഉണ്ടാവുകയില്ല. ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ താല്പര്യമല്ലാതെ മറ്റാരുടെയും താല്പര്യം ഇവർ പരിഗണിക്കാറില്ല. ഇവരുടെ ശരീരപ്രകൃതി പരിശോധിച്ചാൽ പുരുഷന്മാരായാൽ പോലും സ്ത്രൈണ സൗന്ദര്യമുള്ളവരായിരിക്കും. വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടാകും. സൗന്ദര്യത്തിന് മാതൃക സ്വയം താൻ തന്നെ എന്നായിരിക്കും ഇവരുടെ ചിന്ത. എടുപ്പുള്ള മൂക്കും സമൃദ്ധമായ തലമുടിയും ഇവർക്കുണ്ടായിരിക്കും. പല്ലുകൾ നിരപ്പും ഉറപ്പും ഉള്ളതും കവിളുകൾ മാംസളവുമായിരിക്കും. കാന്തശക്തിയുള്ള നീണ്ട കണ്ണുകളായിരിക്കും. പുഷ്ടിയുള്ള ശരീരമുണ്ടാകും. ഒത്ത പൊക്കം. വാർദ്ധക്യം എത്തിയാലും സൗന്ദര്യത്തിന് വാട്ടം ഉണ്ടാകുകയില്ല. ഇവരുടെ ആരോഗ്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, അജീർണം, കണ്ഠരോഗം, ശ്വാസകോശ രോഗം, ലൈംഗിക രോഗങ്ങൾ മുതലായവ ഉണ്ടാകാനിടയുണ്ട്. വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. 15, 24, 33, 42, 51, 60, 69, 78, 87 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇവർ ശരീരരക്ഷയ്ക്കായി പഴവർഗ്ഗങ്ങളും റോസാപ്പൂവിന്റെ ഇതളുകളും പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഭക്ഷണത്തിൽ മാതളം, ആപ്പിൾ, ബദാം, തുളസി, നെല്ലിക്ക തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ തങ്ങളുടെ ജന്മസംഖ്യ ഉള്ളവരെ വരിക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇവർക്ക് കൂടുതലായി താല്പര്യം ഉണ്ടാകുന്നതും 6 ജന്മസംഖ്യ ഉള്ളവരുമായിട്ടായിരിക്കും. 1, 4, 9 എന്നീ സംഖ്യയുള്ളവരെയും ഇവർക്ക് സ്വീകരിക്കാം. എന്നാൽ 2, 7, 8 എന്നീ സംഖ്യയുള്ളവരെ വരിച്ചാൽ സന്താന ലാഭത്തിന് കുറവുണ്ടാകാം. ഇവരുടെ തൊഴിൽ നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. മികച്ച കലാകാരനോ പ്രശസ്ത ഗ്രന്ഥകാരനോ ആയിത്തീർന്ന് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. അഥവാ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തും ധനമുണ്ടാക്കാൻ ഇടയുണ്ട്. കലയുമായി ബന്ധപ്പെട്ട ഏത് രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നതാണ്. ഇനി 6 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പറയാം. ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, ചിത്രകാരനായിരുന്ന മൈക്കൽ ആഞ്ചലോ, മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ്, പണ്ഡിതനായ മാക്സ് മുള്ളർ, പെൻസിലിൻ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്, രവീന്ദ്രനാഥ് ടാഗോർ, പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റു, ശ്രീ അരവിന്ദ്, വിക്ടോറിയ മഹാരാജ്ഞി തുടങ്ങിയവരൊക്കെ 6 ജന്മസംഖ്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് ജന്മസംഖ്യ 7 ഉള്ളവരുടെ സമ്പൂർണ്ണ ജാതകം ഒന്ന് പരിശോധിക്കാം. 7 ജന്മസംഖ്യയുടെ ഗ്രഹം കേതുവാണ്. 7, 16, 25 എന്നീ തീയതികളിൽ ജനിക്കുന്നവരെല്ലാം കേതു ഗ്രഹത്തിന്റെ ആധിപത്യമുള്ള
7 എന്ന ജന്മസംഖ്യയിലുള്ളവരാണ്. ജന്മസംഖ്യ 7ന്റെ അധിപൻ കേതുവാണ്. അതിന്റെ സൗഹൃദ സംഖ്യകളായി 1, 3, 7, 9 എന്നീ സംഖ്യകളെ പറയാം. അതായത് സൂര്യൻ, വ്യാഴം, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 6ഉം 8ഉമാണ് പറയുന്നത്, അതായത് ശുക്രനും ശനിയും. ശത്രു സംഖ്യകളായി 2, 4, 5 എന്നീ സംഖ്യകളാണ് പറയുന്നത്, അതായത് ചന്ദ്രൻ, രാഹു, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ശത്രു ഗ്രഹങ്ങളാണ്. ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ജന്മാക്ഷരങ്ങൾ G, P, Y എന്നീ അക്ഷരങ്ങളാണ്. അനുകൂല നിറം മിശ്രവർണ്ണമാണ്. രത്നം വൈഡൂര്യമാണ്. ലോഹം പ്ലാറ്റിനമാണ്. ഇവർക്ക് അനുകൂല ലോഹങ്ങൾ പ്ലാറ്റിനം, പിത്തള, വെള്ളോട് എന്നിവയാണ്. ഇനി 7 ജന്മസംഖ്യക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. കലാകാരന്മാർ, അധ്യാപകർ, പത്രപ്രവർത്തകർ, സിനിമാക്കാർ, വാണിജ്യം, കയറ്റുമതി, കപ്പൽ ജോലികൾ തുടങ്ങിയവ ഇവർക്ക് അനുകൂല തൊഴിലുകളാണ്. ഇനി ഇവരുടെ സ്വഭാവത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. യോഗനിഷ്ഠയിലും മന്ത്രതന്ത്രങ്ങളിലും തൽപരരായിരിക്കും ഇവർ. ശുദ്ധാത്മാവും വിശ്വസ്തനുമാണെന്നു ദർശനമാത്രയിൽ തന്നെ നമുക്ക് ഇവരെ മനസ്സിലാക്കാം. വശ്യതയുള്ളവരാണ്. അലങ്കാരപ്രിയരല്ലെങ്കിലും എളിയ വേഷധാരണത്തിൽ ഒരു അഴകുണ്ടായിരിക്കും. നല്ല പൊക്കവും ഉണ്ടായിരിക്കും. വാക്കുകൾ അളന്നു മുറിച്ചേ ഇവർ പ്രയോഗിക്കുകയുള്ളൂ. ഏത് കാര്യത്തിനും ഇവർക്ക് സ്വന്തമായി ചില പ്രത്യേക അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. അതിനോടെല്ലാവരും ഒന്നുപോലെ യോജിച്ചു എന്ന് വരികയില്ല. എന്നിരുന്നാലും ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഇവർക്ക് ദുർലഭമായിരിക്കും. കലാസേവനം ജീവിത ലക്ഷ്യമായി കരുതും. ചെറുപ്രായത്തിൽ തന്നെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരും. 7 ജന്മസംഖ്യയുള്ളവരിൽ ചിലർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു തീവ്രവാദികളായി തീരാറുണ്ട്. അതിൽ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. ചിലർ ഒന്നാം തരം എഴുത്തുകാരും ചിത്രകാരന്മാരും കവികളുമായി തീരാറുമുണ്ട്. സഞ്ചാരപ്രിയരായിരിക്കും ഇവർ. വിശ്വവിജ്ഞാനം സമ്പാദിക്കുന്നതിൽ ഇവർക്ക് അത്യൗത്സുഖ്യമുണ്ടായിരിക്കും. ജീവിതത്തിൽ സാഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രശസ്തരാവണമെന്ന് ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരിക്കും. അത് ഫലവത്താവുകയും ചെയ്യും. തത്തുല്യമായ സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാവുകയില്ല. നിയമേന 7 ജന്മസംഖ്യയുള്ളവർ ധനസംബന്ധമായ കാര്യങ്ങളിൽ ഇതര ജന്മസംഖ്യക്കാരെ പോലെ ഭാഗ്യവാന്മാരായിരിക്കുകയില്ല. സ്ത്രീധനം നൽകാതിരുന്നാൽ മാത്രമേ ഞാൻ ഈ പെണ്ണിനെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു പുരുഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ ജന്മസംഖ്യ 7 ആയിരിക്കാം. ജീവിത വൈഷമ്യങ്ങൾ ഇവരെ തീവ്രവാദികളാക്കും. ആദ്യമൊക്കെ ഇവർ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കുവഹിക്കുമെങ്കിലും പിന്നീട് മാറും. ജീവിതത്തിൽ പല വിപത്തുകളും ഇവർക്ക് സംഭവിച്ചേക്കാം. ശരീരത്തിൽ മുറിവും ചതവും ഉണ്ടാകാം. എന്നാൽ അംഗഭംഗമോ ജീവഹാനിയോ സംഭവിക്കുകയില്ല. ഇവർ വീട്ടിന് പുറത്ത് മോടിയിൽ നടക്കുമെങ്കിലും വീട്ടിൽ മിതവ്യയം പുലർത്തും. നമുക്ക് ഇവരുടെ ശരീരപ്രകൃതിയെ ഒന്ന് നോക്കാം. നല്ല പൊക്കമുണ്ടായിരിക്കും. ഐശ്വര്യമുള്ള മുഖമുണ്ടായിരിക്കും. ഏതെങ്കിലും പ്രത്യേകതയുള്ള മൂക്കായിരിക്കും ഇവർക്ക്. ശരീരബലത്തെക്കാൾ മനോബലമാണ് ഇവർക്ക് കൂടുതലായി കാണപ്പെടുന്നത്. ഇവരുടെ ആരോഗ്യകാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. മലബന്ധം, പക്ഷപാതം എന്നീ രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട്. ശരീര ദൗർബല്യം ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഉണ്ടാകും. അതുതന്നെ ആയിരിക്കും സ്ഥായിയായ രോഗവും. ശരീരബലം കുറവാണെങ്കിലും മനോബലം ഉള്ളതുകൊണ്ട് ശരീരശേഷിയിൽ കവിഞ്ഞ പ്രയത്നം ചെയ്യും. പരുവും മുഖക്കുരുക്കളും കൂടുതലായി ഉണ്ടാകും. 16, 25, 34, 43, 52, 61, 70, 79, 88 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവർക്ക് സംഭവിക്കുന്നതാണ്. ഇവർ ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ, ചീര, വെള്ളരിക്ക, ക്യാബേജ്, ഉള്ളി എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതാണ്. ദാമ്പത്യ ജീവിതം ഈ സംഖ്യാജാതകരിൽ 90% പേർക്കും മനസ്സിനിണങ്ങിയ ഭാര്യയെ കിട്ടണമെന്നില്ല. അഥവാ ലഭിച്ചാൽ തന്നെ സന്താന ഭാഗ്യം കുറവായിരിക്കാം. 7 ജന്മസംഖ്യയുള്ളവർ 1 അല്ലെങ്കിൽ 2 ജന്മസംഖ്യയുള്ളവരെ പരിണയിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇവർ ജീവിതത്തിൽ പല ഘട്ടത്തിലും വിവാഹമോചനത്തെ പറ്റി ചിന്തിക്കാൻ ഇടവരും. ഇവരുടെ തൊഴിൽ നമുക്ക് കൂടുതലായി ഒന്ന് വിശകലനം ചെയ്യാം. കല, രാഷ്ട്രീയം, എഴുത്ത്, ചിത്രമെഴുത്ത് എന്നിത്യാദി മേഖലകൾ യോജിച്ചതാണ്. കൂടാതെ ഔഷധ നിർമ്മാണം, വ്യാപാരം, മദ്യ വ്യവസായം, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, കയറ്റുമതി ഇറക്കുമതി വ്യാപാരം, മെഷീനുകളുടെ ഏജൻസി സർവീസ് തുടങ്ങിയ മേഖലകൾ എന്നിവയെല്ലാം ഇവർ ശോഭിക്കാനിടയുള്ള കർമ്മ മേഖലകളാണ്. 7 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ചാൾസ് ഡിക്കൻസ്, ഓസ്കാർ വൈൽഡ്, റോബർട്ട് ബ്രൗണിംഗ്, വില്യം വേഡ്സ്വർത്ത്, നോബൽ സമ്മാന ജേതാക്കളായ രവീന്ദ്രനാഥ ടാഗോർ,
ക്യൂബിസം എന്ന ചിത്രകലാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പാബ്ലോ പിക്കാസോ, ചലച്ചിത്ര നടനായ ചാർലി ചാപ്ലിൻ, ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൻ, ചിന്തകനായ റൂസോ, സ്വാതന്ത്ര്യ സമര സേനാനിയായ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്നിവരൊക്കെ 7 ജന്മസംഖ്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് 8 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം ഒന്ന് പരിശോധിക്കാം. 8 ശനിയുടെ ചിഹ്നമായി നിൽക്കുന്ന സംഖ്യയാണ്. ഏതു മാസത്തിലെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 8 ജന്മസംഖ്യയുള്ളവരാണ്. മറ്റു സംഖ്യകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു സംഖ്യയാണ് 8. വളരെയധികം നന്മകളും അതിൻ്റെതായിട്ടുള്ള മേന്മകളും തത്തുല്യമായ തിന്മകളുമുള്ള വിചിത്രമായ ഒരു സംഖ്യ കൂടിയാണ് 8. ജന്മസംഖ്യ 8, അതിന്റെ അധിപൻ ശനിയാണ്. സൗഹൃദ സംഖ്യകളായി 4, 5, 6, 8 എന്നീ സംഖ്യകളാണ് പറയുന്നത്. രാഹു, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3 ആണ് പറയുന്നത്. വ്യാഴമാണ് സമൻ. ശത്രുസംഖ്യകളായി 1, 2, 7, 9 എന്നീ സംഖ്യകളാണ് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ശത്രുഗ്രഹങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജന്മാക്ഷരം H, Q, Z എന്നീ അക്ഷരങ്ങളാണ്. അനുകൂല നിറങ്ങൾ കടും നീലയും കറുപ്പുമാണ്. രത്നം ഇന്ദ്രനീലമാണ്. ലോഹം ഇരുമ്പാണ്. ഇവരുടെ യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സർവീസ് സെക്ടർ, തൊഴിലാളികൾ, സർക്കാർ സേവകർ, പൊതുപ്രവർത്തനം, റെയിൽവേ, വിനോദസഞ്ചാരം, സാഹിത്യം, കല തുടങ്ങിയവ അനുകൂല തൊഴിലുകളാണ്. നമുക്ക് ഇവരുടെ സ്വഭാവം കൂടി ഏകദേശം ഒന്ന് പരിഗണിക്കാം. ഇവർ അഗാധവും സാന്ദ്ര സ്വഭാവത്തോടു കൂടിയുള്ളവരായിരിക്കും. തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവരാണ്. ഇവർ മതനിഷ്ഠയുള്ളവരാണ് എങ്കിൽ അങ്ങേയറ്റത്തെ മതനിഷ്ണാതരായിരിക്കും. സ്വാഭിപ്രായ സമർത്ഥനത്തിന് എതിർവാദങ്ങളെയും വിപരീത ശക്തികളെയും ബുദ്ധിപൂർവം ഖണ്ഡിച്ച് ശത്രുക്കളെ ഇവർ സൃഷ്ടിച്ചേക്കാം. ഇവർ ഒന്നുകിൽ ഉത്കൃഷ്ട വിജയികൾ അല്ലെങ്കിൽ പരമപരാജിതർ ആയേക്കാം. അല്ലാതെ ഒരു മധ്യനില ഇവർക്കുള്ളതായി കാണുന്നില്ല. ഇവർ വേദാന്ത രഹസ്യങ്ങൾ അറിഞ്ഞവരും തത്വജ്ഞാനികളുമായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സ്വഭാവമുള്ളവരായിരിക്കും. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ ഇവർക്ക് ഉറക്കമുണ്ടാവുകയില്ല. പുറമെ ക്രൂരനായും കഠിന ഹൃദയമുള്ളവരായും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ആർദ്രതയുള്ളവരും ആരെയും സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുമായിരിക്കും. എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉള്ളു തുറന്ന് ഒന്നും പറയുകയുമില്ല. എത്ര സന്തോഷം വന്നാലും ഇവർ ചെറുതായി ഒന്ന് പുഞ്ചിരി തൂകും എന്നല്ലാതെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്നും കാഴ്ചവെക്കുകയുമില്ല. ഇവർ പുഞ്ചിരി തൂകുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. നീതിബോധത്തോടും സത്യസന്ധതയോടും മനസാക്ഷിക്ക് അനുസരണമായിട്ടായിരിക്കും ഇവർ ജീവിതം നയിക്കുന്നത്. എന്തു തൊഴിലും ചെയ്യാൻ ഇവർ സന്നദ്ധരാകും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ക്ഷമാശീലവും സഹനശക്തിയും മാനസിക പക്വതയും ബുദ്ധിചാതുര്യവും ഇവർക്കുണ്ടാകും. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർ പരമലുബ്ധരായിരിക്കും. അതുകൊണ്ട് ഇവരുടെ കൈവശം ഒഴിയാതെ പണം ഉണ്ടായിരിക്കും. പണം കടം കൊടുത്താൽ മുഴുവനും തിരിച്ചു കിട്ടുകയുമില്ല. മറ്റൊരു മാർഗത്തിൽ ആ നഷ്ടം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇവരുടെ ബാല്യം പീഡകൾ നിറഞ്ഞതായിരിക്കും. ഇവർക്ക് പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷമേ വിജയം സിദ്ധിക്കുകയുള്ളൂ. ഇവർ പരസഹായം പ്രതീക്ഷിക്കുകയില്ല. സ്വപരിശ്രമം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ ശരീരപ്രകൃതി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പൊക്കമുള്ള ശരീരമുണ്ടായിരിക്കും. നല്ല അവയവഘടന ഉണ്ടായിരിക്കും. മൂർച്ചയുള്ള നോട്ടം ഉണ്ടാകും. പല്ലുകൾ എല്ലാം ക്രമമായിരിക്കുകയില്ല. അതുകൊണ്ട് ചിരി വന്നാൽ ഇവർ കഴിവതും വാ തുറക്കാതിരിക്കാൻ നോക്കും. എന്തിനും പുഞ്ചിരി മാത്രം. തലമുടി ഇവർക്ക് ചുരുണ്ടതായിരിക്കും. പ്രായമാകുമ്പോൾ മുടി കൊഴിച്ചിലും ഉണ്ടാകും. 8 ജന്മസംഖ്യയുള്ളവരിൽ അധികം പേരും അർദ്ധകഷണ്ടിയോ പൂർണ്ണകഷണ്ടിയോ ബാധിച്ചവരായിരിക്കും. ഇവരുടെ ആരോഗ്യം കൂടി നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ചെറുപ്പത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗം പിടിപെടാൻ ഇടയുണ്ട്. കുടൽ ബലക്ഷയമുള്ളതായിരിക്കും. രക്തത്തിൽ വിഷാംശം കലർന്നിരിക്കും. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും തലവേദനയും ഉണ്ടാകും. യോഗാസനങ്ങൾ ശീലിച്ചാൽ രോഗശമനം ഉണ്ടാകുന്നതുമാണ്. 17, 26, 35, 44, 53, 62, 71, 80, 89 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഇവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഉചിതമാണ്. ലഹരി പദാർത്ഥങ്ങളും വർജിക്കേണ്ടതാണ്. സസ്യാഹാരം ശീലിക്കുന്നതാണ് ഉത്തമം. ചീര, ചെറുനാരങ്ങ, നെല്ലിക്ക, തേൻ ഇവകൾ
ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. നമുക്കിനി ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടുതലായി ഒന്ന് പരിശോധിക്കാം. ഇവർ 1 അല്ലെങ്കിൽ 4 ജന്മസംഖ്യയുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഉത്തമം. 1, 4, 8 എന്നീ സംഖ്യാജാതകരുമായി പ്രേമബന്ധം ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങൾ ഇവർക്ക് കുറവായിരിക്കും. ഇവരുടെ തൊഴിൽ നമുക്ക് കൂടുതലായി ഒന്ന് പരിശോധിക്കാം. മതപരമായിട്ടുള്ള തൊഴിലുകൾ, നീതിന്യായം, സേവന മേഖലകൾ എന്നിവ ഇവർക്ക് അനുകൂലമാണ്. ബഹുമുഖ പ്രതിഭകളാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൂടുതൽ സാധ്യത. അതിൽ ഉയർച്ചയും ഉണ്ടാകും. 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഗതാഗത വകുപ്പിൽ ഉദ്യോഗം ലഭിക്കാനാണ് സാധ്യത. സ്വയം തൊഴിലോ വ്യാപാരമോ നടത്തുന്നതിനേക്കാൾ സർക്കാർ ഉദ്യോഗമാണ് ഇവരെ ഉന്നതിയിലെത്തിക്കാൻ സാധ്യത. 8 ജന്മസംഖ്യക്കാരായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിശോധിക്കാം. നാടകകൃത്തും ചിന്തകരുമായ ജോർജ് ബെർണാഡ് ഷോ, ശാസ്ത്രജ്ഞനായ ഹംഫ്രി ഡേവി, സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക്, വസൂരിക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് കണ്ടെത്തിയ ജന്നർ, ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്, ഹോളിവുഡ് സിനിമാ താരം എലിസബത്ത് ടെയ്ലർ, അമേരിക്കൻ വ്യവസായ പ്രമുഖനായിരുന്ന ജെ.സി. റോക്ക്ഫെല്ലർ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ 8 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളാണ്. ഇപ്പോൾ നമുക്ക് 9 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം ഒന്ന് പരിശോധിക്കാം. 9 എന്ന സംഖ്യ ചൊവ്വ ഗ്രഹത്തിന്റെ ചിഹ്നമാണ്. അതിദേവത ശ്രീ സുബ്രഹ്മണ്യനാണ്. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 9 ജന്മസംഖ്യയുള്ളവരാണ്. ജന്മസംഖ്യ 9ന്റെ അധിപൻ ചൊവ്വയാണ്. അതിന്റെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നീ സംഖ്യകളാണ്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 4, 5, 7, 8 എന്നീ സംഖ്യകളാണ് പറയുന്നത്. അതായത് സമന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ രാഹു, ബുധൻ, കേതു, ശനി എന്നിവരാണ്. ശത്രു സംഖ്യയായി 6 പറയുന്നത്. ശുക്രനാണ് ശത്രുഗ്രഹം. ജന്മാക്ഷരമായി IR എന്നീ അക്ഷരങ്ങളാണ് ഇവർക്ക് യോജിച്ചത്. ഇവർക്ക് അനുകൂല നിറം ചുവപ്പാണ്. രത്നം ചുവന്ന പവിഴമാണ്. ലോഹം ചെമ്പാണ്. ഇവരുടെ യോജിച്ച തൊഴിലുകൾ ഒന്ന് പരിശോധിക്കാം. ഓർഗനൈസർ, മാനേജർ, സൈനിക സേവനം, പോലീസ്, എഞ്ചിനീയറിംഗ്, ശസ്ത്രക്രിയ, രാസവസ്തു വ്യാപാരം, യുദ്ധോപകരണങ്ങളുടെയോ സ്ഫോടക വസ്തുക്കളുടെയോ നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഇവർക്ക് അനുകൂലമാണ്. നമുക്കിനി ഇവരുടെ സ്വഭാവം കൂടി ഒന്ന് പരിശോധിക്കാം. തീവ്രമായ മനോഗതിയും അസാധാരണമായ പ്രവർത്തന ശൈലിയും ഇവർക്ക് ജന്മസിദ്ധമാണ്. ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമരകുതികളായിരിക്കും ഇവർ. ഇവരെ അവഗണിക്കുന്നത് ഇവർ പൊറുക്കുകയില്ല. പൊതുവെ ഇവർക്ക് ജീവിതാരംഭത്തിൽ പല വൈഷമ്യങ്ങളും നേരിട്ടേക്കാമെങ്കിലും ധീരതയും സ്ഥിരചിത്തതയും കൊണ്ട് പിന്നീട് വിജയികളായിത്തീരും. സൈനിക സേവനത്തിലുള്ള പലരും 9 എന്ന ജന്മസംഖ്യ ഉള്ളവരാകാം. ആപൽ സംഭവങ്ങളിൽ നിന്നുള്ള അടയാളങ്ങളോടുകൂടി അല്ലാതെ ഇവർ ജീവിതയാത്ര തുടരുന്നത് വളരെ അപൂർവമാണ്. വിവേകശാലികൾ കായികമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയില്ല എങ്കിലും മാനസികമായ പോരാട്ടത്തിലെങ്കിലും ഏർപ്പെടാതിരിക്കുകയില്ല. ഇവർ സർവസ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തത്വോപദേശങ്ങളും ഗുണദോഷങ്ങളും ഇവർക്ക് രുചിക്കുകയില്ല. അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഇവർക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല. മിത്രങ്ങളോടും കളത്രപുത്രാദികളോടും പോലും ഇവർ കലഹത്തിന് ഒരുമ്പിടും. സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇവരെ അനുസരിപ്പിക്കാൻ പ്രയാസമാണ്. ഇവരെ ചൊൽപ്പടിക്ക് നിർത്താൻ നയതന്ത്രജ്ഞയായ ഭാര്യയ്ക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇവർക്ക് ഏത് കാര്യത്തിലും അപൂർവമായ യുക്തികൾ തോന്നും. പരാജയങ്ങളെ ഇവർ വകവയ്ക്കാറില്ല. എന്തും സഹിക്കാനുള്ള മനോബലം ഇവർക്കുണ്ടാകും. മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാനും ഊർജ്ജസ്വലരാക്കുവാനുമുള്ള ഉപദേശങ്ങൾ ഇവർക്ക് വശമാണ്. ധാരാളം പണം സമ്പാദിക്കുകയും ധാരാളിച്ച് ചെലവാക്കുകയും ചെയ്യും. ഏതെങ്കിലും രംഗത്തു നിന്നും ഇവർ പിൻവാങ്ങുന്നുവെങ്കിൽ അത് പരാജയ ഭീതി കൊണ്ടോ ഭീരുത്വം കൊണ്ടോ ആയിരിക്കുകയില്ല. പൂർവാധികം കരുത്താർജിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇവർ രസതന്ത്ര ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അയോധന വിദ്യയിലും വൈദഗ്ധ്യം സമ്പാദിക്കും. മനസ്സിനിണങ്ങിയവർക്ക് എന്ത് സഹായവും ചെയ്യാൻ ഇവർക്ക് മടിയുണ്ടാവുകയില്ല. നമുക്കിനി ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് പരിശോധിക്കാം. ഒത്ത പൊക്കമുണ്ടായിരിക്കും. നല്ല വണ്ണവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കാഴ്ചയിൽ പൊക്കക്കുറവ് തോന്നിക്കും. വായ് അല്പം വലുതായിരിക്കും. പല്ലുകൾ വലുതായിരിക്കും. പൊതുവെ ഇവരുടെ മൂക്കിന് നീളം കൂടിയതായിരിക്കും. നടത്തത്തിന് നല്ല വേഗതയും ഉണ്ടായിരിക്കും. കാഴ്ചയിൽ ഇവർ നല്ല കരുത്തുള്ളവരായിരിക്കും. ശരീരത്തിന് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും. ഇവരുടെ ആരോഗ്യകാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. കുടൽ സംബന്ധമായിട്ടുള്ള രോഗവും അർശസും ഇവർക്കുണ്ടാകാൻ ഇടയുണ്ട്. ഇടയ്ക്കിടെ ജലദോഷം, ജ്വരം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാവുന്നതാണ്. 18, 27, 36, 45, 54, 63, 72, 81, 90 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ
സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ലഹരി പദാർത്ഥങ്ങൾ ഇവർ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ഇവർ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഹാരത്തിൽ കൂടുതലായി ചേർത്ത് കൊള്ളുന്നത് ഉത്തമമാണ്. കൂടാതെ ഭക്ഷണത്തിൽ മുള്ളങ്കി, ഇഞ്ചി, കുരുമുളക് എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് അനുകൂലമാണ്. ഇലക്കറികളും ഇവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മാംസഭക്ഷണവും മസാലകളും ഉപേക്ഷിക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ നല്ലത്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. സന്താനക്ലേശം ഉണ്ടാകാനിടയുണ്ട്. ഇവരുടെ തൊഴിൽ കാര്യങ്ങൾ കൂടുതലായി നമുക്കൊന്ന് പരിശോധിക്കാം. സൈനിക സേവനം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, ജ്യോതിഷം, അയോധന വിദ്യ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഇവർ ശോഭിക്കും. സൈനിക വകുപ്പിലോ നീതിപാലന വകുപ്പിലോ ഉദ്യോഗം ലഭിച്ചേക്കാം. യന്ത്ര സാമഗ്രികളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും സാമർഥ്യമുണ്ടായിരിക്കും. എഞ്ചിനീയർ ആകാനും സാധ്യതയുണ്ട്. ജ്യോതിഷം, വൈദ്യം തുടങ്ങിയവയിലും പ്രാവീണ്യം നേടിയേക്കാം. ഇനി 9 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശാസ്ത്രജ്ഞനായ കെപ്ലർ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ, സാഹിത്യകാരനും ചിന്തകനുമായിരുന്ന ബേട്രൻ റസൽ, സന്യാസിയായ രാമകൃഷ്ണ പരമഹംസൻ തുടങ്ങിയവർ 9 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം. സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.